ഒരു കൂട്ടം ആളുകൾ പട്ടിൽ തീർത്ത ചരിത്രകഥയാണ് കോഴിക്കോട് കൊമ്മേരി നെയ്ത്തുശാലയിലെ തൊഴിലാളികൾക്കും നാട്ടുകാർക്കും പറയാനുണ്ടായിരുന്നത്. ലോകമെമ്പാടുമുള്ള നെയ്ത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ്. ഇന്ത്യയിൽ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന കൈത്തറി വ്യവസായം ഇന്ന് വളരെ ചുരുക്കമായി കുറഞ്ഞിരിക്കുന്നു. കോവിഡും ആധുനിക യന്ത്രവൽകൃത തുണി ഉൽപ്പാദനവും തുണി നെയ്ത്തുകാരുടെ പാതയിൽ തടസ്സമായി. ഈ പ്രതിസന്ധിയുടെയും അതിജീവനത്തിൻ്റെയും കഥ അവരുടെ അവശേഷിപ്പുകളായി പട്ടിൻ്റെ താളം പിടിച്ച് നിലകൊള്ളുന്നു. ഈ അന്വേഷണ യാത്രയിൽ ഞങ്ങൾ പരിചയപ്പെട്ട ഓരോ നെയ്ത്ത് തൊഴിലാളികളും അവരുടെ പ്രതിസന്ധിയും ആശങ്കയും പങ്കുവെക്കുമ്പോഴും പ്രതീക്ഷയുടെ വാക്കുകൾ അവരിൽ നിന്ന് ഞങ്ങൾ കേട്ടറിഞ്ഞു. വരും തലമുറ ഈ തൊഴിലിനോട് മുഖം തിരിക്കുന്നതും നെയ്ത്തുശാലയിലെ തൊഴിലാളികളുടെ കുറവും അവർക്ക് പറയാനുള്ള പ്രതിസന്ധികളിൽ ചിലത് മാത്രം. ഈ കഥ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടറിയാം. പഴയ ആളുകൾ ഈ ഒരു തൊഴിൽ മേഖല ഇവിടെ വരണം എന്ന് വിചാരിച്ചിട്ട്, ഒരു നെയ്ത്തുശാല ഇവിടെ വരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ നമ്മളെ സഖാവ് ചാത്തുണ്ണി മാഷ് അങ്ങനെയുള്ള കുറേ ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച് അങ്ങനെയാണ് ഈ സ്ഥാപനം ഇവിടെ വന്നത്. TP മൊയ്തീൻ കോയ, ചാത്തുണ്ണി മാസ്റ്റർ എന്നിവരുടെ കഠിന പരിശ്രമത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് കൊമ്മേരി നെയ്ത്ത് തൊഴിലാളി സഹകരണ സംഘം രൂപീകൃതമായത്. നെയ്ത്ത് തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇന്നും ആ സംഘടന നിലകൊള്ളുന്നു. നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ചായം, നൂല് അതിൻ്റെതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഇപ്പം വില കൂടുതലാണ്. അതുകൊണ്ട് ഈ കൈത്തറീൻ്റെ ഓരോരോ സാധനങ്ങൾക്കും വില കൂടുതലാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാലോ, പിന്നെ സ്റ്റാളിലൊക്കെ പോയാൽ കൂടുതൽ എല്ലാവരും പറയും കൈത്തറയ്ക്ക് വില കൂടുതലാണെന്ന്. പക്ഷേ കൈത്തറയായിട്ട് ഞങ്ങളിത് കൈകൊണ്ട് ചെയ്യുന്നതിനെ കൊണ്ട് ഈ പവർ ലൂമിലൊന്നും അല്ലാതെ ഞങ്ങൾ കൈത്തറി കൈകൊണ്ട് എടുക്കുന്ന പണിയായതിനെ കൊണ്ട് ഈ തറയിൽ നെയ്യുന്ന ഇതായതിനെ കൊണ്ട് നല്ല ഈടും ഉറപ്പും ഒക്കെ ഉണ്ടാവുന്ന ഇതാണ്. പക്ഷെ ഒരു ചായം പോവുക അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അത് നൂലിനും ചായത്തിനും ഒക്കെ വില കൂടുന്നതിനെ കൊണ്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. പിന്നെ ഇവിടെ കാല് മാറിയിട്ടുള്ള നെയ്ത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു നൂലൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നിർത്തിവെച്ചതാണ്. ഞാനും ഇത് നെയ്യുന്നത്, ഞങ്ങളൊക്കെ ഇവിടെയുള്ള തുണി നെയ്യുന്നതാണ്. അത് അവിടെ ഒരു തുണിയുണ്ട്, സ്റ്റാർ എന്നായിട്ട് 8 കാല് നെയ്യുന്നു. അതുപോലെ 10 കാല് നെയ്യുന്നുണ്ട്, വലിയ ഷീറ്റ് നെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ കൊണ്ടുവന്നിട്ട് ചായമുറിയിൽ നിന്ന് ചായ കളർ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ കളർ എടുത്ത് ഇങ്ങനെ ഈ നെല്ലിയിൽ ചുറ്റും മിഷ്യൻ്റെ മുകളിൽ അവിടുന്ന് കൊണ്ടുവന്ന് ഇതിന്മേൽ വെച്ചിട്ട് ഇവിടെ ഈ പാവുമരതാ ഇതിൻ്റെ മുകളിൽ ഇതില്ലേ ഈ കോമ്പ് ഇതാ ഇതിലേക്ക് ഓർത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പാവയ്ക്ക. അങ്ങനെയാണ് അവിടെ കണ്ടില്ല ഞങ്ങൾ കയറ്റുന്ന പാവൊക്കെ അങ്ങനെയാണ്. ഇപ്പം ഇവിടെ കളർ എടുക്കുന്നില്ല, ഇപ്പം ഫുള്ള് യൂണിഫോമാണ്. യൂണിഫോമിൻ്റെ ഇത് കണ്ടില്ലേ, ഇതിലേക്ക് ഓർത്തിട്ട് ഇവിടെ കോർക്കുകയും ഇവിടെ കോർത്തിട്ട് ഇങ്ങനെ കണ്ടില്ലേ ഇവിടെ കെട്ടിയിട്ട് ഓളിങ്ങനെ പാവയ്ക്കുക ചെയ്യുക. ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാ ആനുകൂല്യങ്ങളും ക്യാഷ് ലീവ്, പിന്നെ ലീവിൻ്റെ പൈസ, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. ബോണസ്, ESI, ഗ്രാറ്റുവിറ്റി, അംഗീകാരം എന്ന് പറഞ്ഞാൽ ഇൻസെന്റീവ് ഒക്കെ കൊടുക്കുന്നില്ലേ. ഒരു തുണി ചെയ്താൽ കൂലിക്ക് വേജസ് കൂടാണ്ട് ഇൻസെന്റീവ് ഉണ്ട്. ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ ആഴ്ചക്ക് 1000 റുപ്യ ഒരു മീറ്റർ, അതിന് കണക്കുണ്ടാവില്ല, കണക്കുറവാല അങ്ങനെ ഇൻസെന്റീവ് കൊടുക്കും. ഒരു മാസത്തിൽ 4000 റുപ്യ വരെ വാങ്ങാം, കൂലി കൂടാണ്ട്. അങ്ങനെയൊക്കെ ആനുകൂല്യമൊക്കെ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് എന്താ ആൾക്കാർ വരണ്ടേ. ഇപ്പൊ പണിക്ക് പോയ 1000 റുപ്യ ഇട്ടു പുറത്ത്. വിദേശത്തേക്കൊന്നും അയക്കല്ല, വിദേശ എക്സ്പോർട്ടേഴ്സിന് കൊടുക്കും തോന്നുന്നു, സപ്ലൈ എക്സ്പോർട്ടേഴ്സ് കണ്ണൂരൊക്കെയുള്ള എക്സ്പോർട്ടേഴ്സ് ഓരോ ഓർഡർ തന്നാൽ അത് പ്രകാരം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും.
അതിപ്പോൾ ഇല്ല, തീരെ ഇല്ല. അതൊരു 2000 വരെ ഉണ്ടായിരുന്നു. പിന്നെ 2010 വരെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം തീരെ ഇല്ലാത്ത സ്ഥിതിയാണ്. വിദേശ ഓർഡറെല്ലാം പവർ ലൂമിലേക്ക് പോയി. ഇനി പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടൂലേ, അതുകൊണ്ട് എല്ലാവരും ലാഭം നോക്കി പോവാ. ഞാൻ 80 മുതലുണ്ട് ഈ ഫീൽഡിൽ. 80 അതിൻ്റെ മുമ്പേ ഉണ്ട്. 80 മുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. വർക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഉണ്ട്, പക്ഷെ ഇതായിട്ടുള്ള വർക്ക് ചെയ്ത് 80 മുതലാണ്. അന്നെല്ലാം വിദേശ ഓർഡറാ കൈത്തറീൻ്റെ എക്സ്പോർട്ട്. അന്നെല്ലാം ഇഷ്ടം പോലെ ഓർഡേഴ്സ് ഉണ്ടാവും. 10 രൂപ ആൾ പണിയെടുത്തത് അക്കാലത്ത് 88-90 90-ന് ശേഷം കുറേ കാലം ലാഭത്തിൽ പോയതാണ് അവർ. പിന്നീട് നഷ്ടമായി. ഇപ്പോൾ നഷ്ടം തുടർന്നുകൊണ്ടിരിക്കുക. പിന്നെ ആരും ജോലിക്ക് വരുമില്ല. ആരും ജോലിക്ക് എന്ന് പറഞ്ഞാൽ ഇതിനോടൊന്നും അത്ര താല്പര്യമുള്ള ആരുമില്ല. പിന്നെ ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ കുറേ എല്ലാം ഉണ്ടാക്കിയിരുന്നു. അത് അവരെല്ലാം തിരിച്ചും പോയി. അവർ കുറച്ച് പേര് സ്റ്റൈപ്പൻഡ് വാങ്ങും, അത് കഴിഞ്ഞാൽ അവർ പോകും. അങ്ങനെയൊക്കെയാണ് സ്ഥിതി. ഇപ്പോൾ ഉണ്ട് ഒരു ട്രെയിനിങ് സ്കീമെല്ലാം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലും തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതിലൊരു സ്കീമിലുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ. ചിലയിടത്തെല്ലാം ആൾക്കാർ നിൽക്കുന്നുണ്ട്, ചിലയിടത്തുനിന്നും ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ അങ്ങനത്തെ ഏരിയ അല്ല. ഈ നെയ്ത്തിനെ പറ്റിയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ഒരു ഏരിയ അല്ല ഇത്. മറ്റുള്ള സ്ഥലത്തെല്ലാം എന്ന് പറഞ്ഞാൽ കൊലത്തൊഴിലായിട്ട് നടക്കുന്നതാണ്. ഇങ്ങോട്ട് വടകര, കണ്ണൂർ, ഇവിടെ ഇങ്ങനെ ചെയ്യും. പണ്ട് കാലത്തൊരു സ്ഥാപനം ഉണ്ടാക്കിയതാണ് ചാത്തുണ്ണി മാഷ് അത് ഉണ്ടാക്കിയത്. അത് മരിച്ചുപോയി. പിന്നെ അതിന് ശേഷം ഇങ്ങനെ തുടർന്ന് വരുന്ന അതൊക്കെ എല്ലാവർക്കും ഓരോരോ ഈ പൊടി കാര്യമായിട്ട് പൊടിയാണല്ലോ ഉള്ളത്. ആ പൊടീൻ്റെ ഇതിൽ പലർക്കും പല അസുഖങ്ങളും. കാലുവേദന, കൈവേദന ഇതൊക്കെ ഉണ്ടാവും. ഇത് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് പാവ് വിരിക്കുന്ന അങ്ങനെ തന്നെ. ഈ പൊടി ഇങ്ങനെ മൂക്കിലേ പാറി ഈ ശ്വാസകോശത്തിലൊക്കെ ഈ പൊടി നിറഞ്ഞിട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. അതാ ഇതാണ് കൈകൊണ്ടാക്കുന്നത്. പിന്നെ താഴെ 2 കാലും മാറി മാറി ചോട്ടണം. അപ്പോൾ അങ്ങനെ ആക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാക്കണം, എന്നാലേ നൂല് എടുക്കുള്ളൂ. അതാ. പിന്നെ ആ നൂല് ഇങ്ങനെ വന്നിട്ട് ഇതിനെ റക്കാന്ന് പറയാം. ഇതിലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആണ് വരുന്നത്. പുതിയ ജനറേഷനിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ തൊഴിലിലേക്ക് ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഈ എന്താ പറയുക, ഇപ്പം എന്ന് പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ പുറത്ത് പോയാൽ നല്ല ഇതാണ് അവർക്കൊക്കെ കിട്ടുന്നത്. പുതിയ ജനറേഷനിലേക്ക് എന്ന് പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴും അങ്ങനെ ആരും ഈ ഇതിലേക്ക് കൈത്തറി മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. അതിന് കൈത്തറിക്ക് ഇതിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും നോക്കുന്നുണ്ട്. പക്ഷെ ആരും അതിന് മുന്നിട്ട് വരുന്നില്ല. വന്നാൽ തന്നെ അവർക്ക് ഈ ഇത് കൊടുക്കും. അത് കൊടുത്താൽ അത് വാങ്ങിയിട്ട് അവർ പോവാന്നല്ല ഇവിടെ നിൽക്കുന്നില്ല. മറ്റത് ഈ പണീൻ്റെ അധ്വാനം, പിന്നെ കൂലിയില്ലായ്മ, എല്ലാ ഇതുപോലുള്ളൊരു കൂലി ഇതിൽ കിട്ടുന്നില്ലല്ലോ. മെയിനായിട്ട് അതാണ്. അപ്പൊ ആരും ഈ പണിയിലേക്ക് ഇപ്പൊ വരുന്നേ ഇല്ല. ഈ പണ്ട് ഞങ്ങളിപ്പോ ഇവിടെ അധികം റിട്ടയർഡ് ആയവരെ ഇവിടെ പണിയെടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞവർ തന്നെ പിന്നെ വരുന്നതാണ്. ഇവിടെ അല്ലാതെ ആള് ഇല്ലല്ലോ, തീരെ ആളില്ല, ആരും വരുന്നുമില്ല. ഇതിലേക്ക് ആർക്കും അത്ര ഒരു ഇതില്ലല്ലോ. ഈ പ്രതിസന്ധികൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും ആഗോളതലത്തിൽ ഇനിയും കൈത്തറിക്ക് ഉപയോക്താക്കൾ ഉണ്ടാകുന്ന ഒരു നല്ല കാലത്തെ അവർ സ്വപ്നം കാണുന്നു. ഈ പ്രതീക്ഷകൾ അവർക്ക് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഓരോ വ്യക്തിയും അടങ്ങുന്ന സമൂഹത്തിന് പ്രധാന പങ്കുണ്ട്. യൂണിഫോമുകളും തുണിത്തരങ്ങളായും ഗവൺമെൻറ് അവരെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുമ്പോഴും ഇനിയും യുവതലമുറ ഈ ജോലിയിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ഈ തൊഴിൽ മേഖല നിലനിന്ന് പോവുകയുള്ളൂ. ഓരോ
ഓരോ തറികൾ നിലക്കുമ്പോഴും മാഞ്ഞു പോകുന്നത് കേരളത്തിൻ്റെ തനത് വസ്ത്രപാരമ്പര്യത്തിൻ്റെ കണ്ണികളാം. കൈകോർക്കാം, കൈത്തറിയെ സംരക്ഷിക്കാം.